ദിവസം ഞാൻ ക്ലാസ്സിൽ ബോർഡിന്മേൽ ഗ്രോത്ത് എന്നുള്ള വാക്ക് എഴുതി. അത് താഴോട്ട് GROWTH. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഓരോ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക് എഴുതുക എന്ന്. ഇപ്പം G വെച്ച് ഒരു വാക്ക്, R വെച്ച് ഒരു വാക്ക്, O വെച്ചൊരു വാക്ക്, അങ്ങനെ എഴുതി കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം അവരത് എഴുതി കൊണ്ടുവന്നു. കുറേ പേരൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ പക്ഷേ എൻ്റേതായ ഒരു എക്സ്പ്ലനേഷൻ അതിന് കൊടുത്തു. അതിങ്ങനെയായിരുന്നു: G, ഗോഡ് ഓറിയൻറ്റഡ്നെസ്. R, റീഡിങ്. O, ഒബീഡിയൻസ്. W, വിറ്റ്നസിങ്. T, ട്രസ്റ്റ്. ആൻഡ് H, ഹോളി സ്പിരിറ്റ്. ഈ ഓരോ വാക്കും ഗ്രോത്തിനെ എങ്ങനെ സഹായിക്കും എന്ന് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. G, ഗോഡ് ഓറിയൻറ്റഡ്നെസ്. നമുക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഗോഡ് ഓറിയൻറ്റഡ് ആവണം, ദൈവോന്മുഖനാകണം. ഇതാണ് എൻ്റെ ആദ്യത്തെ ആശയം. വളർച്ച ഉണ്ടാകണമെങ്കിൽ ദൈവോന്മുഖനാകണം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. നിങ്ങൾ താമര കണ്ടിട്ടുണ്ടാവും. താമര എപ്പോഴും സൂര്യൻ അഭിമുഖമായിട്ടാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അത് വിടരുന്നു. സൂര്യൻ അഭിമുഖമായിട്ട് എപ്പോഴും നിൽക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് കൂമ്പിപ്പോവുകയും ചെയ്യുന്നു. അത് ആ താമര എപ്പോഴും സൂര്യൻ അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സൂര്യകാന്തി പൂവ്. നമുക്കറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. താമര അധികമൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ആരും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവില്ല. സൂര്യകാന്തി പൂവ് അങ്ങനെയാണ്, എപ്പോഴും സൂര്യൻ അഭിമുഖമായിട്ട് നിൽക്കുന്നു. അതുപോലെ വാട്ടർ ലില്ലി എന്ന് പറയില്ലേ, ആമ്പൽ പൂവ്, അതെപ്പോഴും ചന്ദ്രന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ പൂക്കൾ പോലും സൂര്യനോ ചന്ദ്രനോ ഒക്കെ അഭിമുഖമായി നിൽക്കുന്നു. നമ്മൾ ദൈവത്തിന് അഭിമുഖമായി നിൽക്കണം, ദൈവോന്മുഖനായിരിക്കണം. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ബ്രോഷറിൽ ഒരു വാചകം എഴുതി ചേർത്തിട്ടുണ്ട്. അത് മുദ്രാവാക്യം പോലെയാണത്. ടു ഗോഡ് ത്രൂ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിലൂടെ ദൈവത്തിലേക്ക് എന്നാണ്. അതിന് കാരണമുണ്ട്. എല്ലാ വിദ്യയും വരുന്നത് ദൈവത്തിൽ നിന്നാണ്, എല്ലാ അറിവും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ അറിവ് അന്വേഷിച്ച് പോകുന്ന ആളാണല്ലോ വിദ്യാർത്ഥി. അപ്പോൾ വിദ്യാർത്ഥി ദൈവോന്മുഖനായിരിക്കണം. വിദ്യാർത്ഥി മാത്രം പോരാ, എല്ലാവരും ദൈവോന്മുഖരായിരിക്കണം. കാരണം നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ആശയങ്ങൾ ഇതൊക്കെ കിട്ടാനുണ്ട്. അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്, നിർദ്ദേശങ്ങളൊക്കെ തരുന്നത്. അതുകൊണ്ട് എപ്പോഴും ദൈവോന്മുഖനായിരിക്കണം. നമുക്ക് പ്രകാശം വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രകാശത്തിൻ്റെ സോഴ്സിലേക്ക് പോകും. വെള്ളം വേണമെങ്കിലോ വെള്ളത്തിൻ്റെ സോഴ്സിലേക്ക് പോകും. നമുക്ക് കാറ്റ് വേണമെങ്കിലോ കാറ്റിൻ്റെ സോഴ്സിലേക്ക് പോകും. നമ്മൾ വേർതിരിക്കണ നേരത്ത് നമ്മൾ എന്താ ചെയ്യുക? ഫാൻ ഓൺ ചെയ്ത് അതിൻ്റെ താഴെ പോയി നിൽക്കും. അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് അതിൻ്റെ സോഴ്സിലേക്ക് നമ്മൾ പോകണം. നമുക്ക് വേണ്ടത് അറിവാണ് ഒരു വിദ്യാർത്ഥിക്ക്. മറ്റുള്ളവർക്ക് വേറെ തരം അറിവ് തന്നെയാണ് വേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കേണ്ടത് എങ്ങോട്ടാണെന്നുള്ള അറിവ് അത് വേണം. ആ അറിവ് നമുക്ക് തരുന്നത് തമ്പുരാനാണ്. ഓരോ കാൽവെപ്പിലും നമ്മളെ കാത്ത് പരിപാലിക്കുന്ന വ്യക്തിയാണ് പരിപാലിക്കുന്ന ആളാണ് ദൈവം. ഓർക്കണം, ഓരോ കാൽവെപ്പിലും, ഓരോ ശ്വാസോച്ഛ്വാസത്തിലും, ഓരോ ഹൃദയമിടിപ്പിലും നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ആളാണ് ദൈവം എന്നുള്ള ആ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ആ ആളെക്കുറിച്ച് ലൈഫ് വളരെ
കംഫർട്ടബിളാണ്, ഭാരം തോന്നില്ല. അതിനൊരു ഭാരമേ തോന്നുന്നില്ല. എന്താ കാരണം? ഞാനല്ല ഇത് ചെയ്യുന്നത്, തമ്പുരാനാണിത് ചെയ്യിച്ചു തരുന്നത്. അതാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നുണ്ട്. അതാണ് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക, ഫെയ്ത്ത് ഉണ്ടാകുക. അതിലേക്ക് പിന്നെ ഒന്നുകൂടി വരാം. അപ്പോൾ ദൈവോന്മുഖരായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. നമ്മൾ പലപ്പോഴും ലോകോന്മുഖതയിലാണ് ജീവിക്കുന്നത്. ലോകോന്മുഖത തെറ്റാണോ? ലോകവസ്തുക്കൾ തെറ്റാണോ? തെറ്റല്ല. ലോകവസ്തുക്കളുടെ പിന്നാലെ പോകുന്നത് തെറ്റാണോ? ദൈവം സൃഷ്ടിച്ചതല്ലേ ഈ വസ്തുക്കൾ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയും, ഈ ലോകവസ്തുക്കളെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ലോകവസ്തുക്കളിലൂടെ സൃഷ്ടവസ്തുക്കളിലൂടെ സ്രഷ്ടാവിനെ കണ്ടെത്താനാണ് സ്രഷ്ടാവ് ആഗ്രഹിക്കുന്നത്. അപ്പം സൃഷ്ടവസ്തുക്കളെ നിങ്ങൾ പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ പുറകിലുള്ള സ്രഷ്ടാവിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ ഒരു കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കും. ഡാനിയൽ എന്നും റോബർട്ട് എന്നും പറയായ 2 പേര് കൂട്ടുകാരാണ്. റോബർട്ട് ഒരു ദിവസം ഡാനിയലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ഒരു പുസ്തകം വാങ്ങാനായിട്ടാണ്. പുസ്തകം വാങ്ങി തിരിച്ചു കൊടുക്കാനായിട്ട്. അവിടെ ചെന്ന് പടിയുമേ തൊട്ടപ്പോൾ തന്നെ ഒരു അൽസേഷൻ നായ കുരച്ച് ചാടി വന്നു. ഇയാൾ പിന്മാറി വീണ്ടും പരിശ്രമിച്ചു. അപ്പോഴൊക്കെ കടക്കാൻ പരിശ്രമിച്ചപ്പോഴൊക്കെ ആ അൽസേഷൻ നായ അതിനെ കുരച്ച് ചാടി വന്നിരുന്നു. അയാൾ പിന്മാറി വീട്ടിലേക്ക് പോയി. പിന്നീടൊരു ദിവസം അദ്ദേഹം അയാളുടെ പീടികയിൽ പോയി കണ്ടു. അങ്ങനെ പുസ്തകം തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ദിവസം ഇങ്ങനെ അവിടെ വന്നിരുന്നു, ഒരു അൽസേഷൻ നായ ചാടി കുരച്ച് വന്നു. അപ്പോൾ ഡാനിയൽ പറഞ്ഞു, നമുക്കിന്ന് വീട്ടിലേക്ക് പോകാം, ദാൻ്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ ഇയാൾ നോക്കുന്നുണ്ട് പട്ടിയുണ്ടോ എന്ന്. പട്ടി അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ വളരെ ശാന്തനാണ്. ഡാനിയൽ മുന്നിലും റോബർട്ട് പിന്നിലുമായിട്ടാണ് പോകുന്നത്. വളരെ ശാന്തനായിട്ട് പട്ടിയകത്താണ്. പേടിച്ച് ഇയാൾ ഡാനിയലിൻ്റെ പിന്നാലെ അകത്തേക്ക് കടന്നു. പട്ടി വന്ന് ഇയാളെ ഒന്ന് മണിപ്പിച്ചു. ഇയാൾ ചുറ്റും നടന്നു, വാലാട്ടി അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. കൈയെടുത്ത് അയാളുടെ മേലെ വെച്ചു, തിരിച്ചു പോയി. അപ്പോൾ റോബർട്ട് ചോദിച്ചു, ഡാനിയലെ നീ പുതിയ പട്ടിയെ മേടിച്ചോ? അതില്ല, ആ പഴയ പട്ടി തന്നെയാണല്ലോ. അപ്പോൾ റോബർട്ട് ചോദിച്ചു, എന്താ പിന്നെ ഇത് അത്രയും ശാന്തനായിട്ട് പട്ടി പെരുമാറുന്നേ? അപ്പോൾ ഡാനിയൽ പറഞ്ഞു, അന്ന് നീ വന്നപ്പോൾ ഈ പട്ടിയുടെ ഉടമസ്ഥനായ ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ പട്ടിയുടെ ഉടമസ്ഥനായ ഞാൻ കൂടെയുണ്ട്. അതുകൊണ്ട് ആ പട്ടി ശാന്തനായിരിക്കുന്നു. റോബർട്ടിന് കാര്യം പിടികിട്ടി. സൃഷ്ടവസ്തുക്കളുടെ കൂടെ സ്രഷ്ടാവിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ സൃഷ്ടവസ്തുക്കൾ ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ല. മക്കൾ, ഭാര്യ, മാതാപിതാക്കൾ, ഇവരൊക്കെ സൃഷ്ടവസ്തുക്കളാണ്. അവരുടെ കൂടെ അവരെ നിങ്ങൾക്ക് തന്ന തമ്പുരാനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മക്കളെ കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല, ഭാര്യയെ കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല, ജീവിത പങ്കാളിയെ കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല, തൊഴിലാളികളെ കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല, മാതാപിതാക്കളെ കൊണ്ട് പ്രോബ്ലം ഉണ്ടാവില്ല. അവരുടെ കൂടെ തമ്പുരാനെ കാണണം. നമുക്ക് അവർ സമ്മാനിച്ച അപ്പനെ അമ്മയെ സമ്മാനിച്ച, ജീവിത പങ്കാളിയെ സമ്മാനിച്ച, മക്കളെ സമ്മാനിച്ച, ഈ വാഹനം സമ്മാനിച്ച, ഈ ഭവനം തന്ന ആ ഒരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവിനെ കൂടെ കാണുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കുകയില്ല. ഈ പ്രകൃതി, ഈ ചുറ്റുപാട്, ഇതൊക്കെ നമുക്ക് ദൈവം തന്നതാണ്.
ആ സ്രഷ്ടാവിനെ സൃഷ്ടവസ്തുവിൻ്റെ കൂടെ കാണുക. പലപ്പോഴും അത് നമ്മൾ കാണാത്തതാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ ഗോഡ് ഓറിയൻറ്റഡ് ആകുന്ന വ്യക്തിക്ക് സൃഷ്ടവസ്തുക്കളൊക്കെ ദൈവം തന്നതാണെന്നുള്ള ചിന്തയുണ്ടാകും. അതാണ് ആദ്യം വേണ്ടത്. ഗ്രോത്ത്, വളർച്ചയിലേക്ക് ആവശ്യമായ ഒന്നാമത്തെ ഘടകം അതാണ്. രണ്ടാമത്തെ ഘടകം അത് റീഡിങ് ആണ്. റീഡിങ് എന്ന് പറയുന്നത് എന്താവാം? ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് വായിക്കണം? നിങ്ങൾ പറയും പുസ്തകങ്ങൾ വായിക്കണം. എന്ത് പുസ്തകങ്ങൾ? പഠിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രം പോരാ. റീഡിങ് എപ്പോഴും രണ്ട് തരത്തിൽ വേണം. ഒന്ന്, നമ്മുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ചുള്ള റീഡിങ്. ഞാനിപ്പോൾ ഒരു അധ്യാപകനാണ്, എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടത്, എൻ്റെ പ്രൊഫഷൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ പഠിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ധാരാളമായി വായിക്കണം, സംശയമൊന്നുമില്ല. അതോടൊപ്പം എനിക്കൊരു സ്പിരിച്വൽ റീഡിങ് ഉണ്ടാവണം. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം അത് നമ്മൾ വായിക്കണം, ഉറപ്പായിട്ടും വായിക്കണം. എല്ലാ ദിവസവും വായിക്കണം, എല്ലാ ദിവസവും. ഞാൻ ഇന്ന് രാവിലെ കുട്ടികളോട് 5 മണിക്ക് സംസാരിച്ച കാര്യം ഇതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം തിരുവചനം. കുട്ടികൾക്ക് കാലത്ത് 5 മണിക്ക് എണീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ അവരോട് ഈ വാചകം വായിച്ചു കഴിയും. കാരണം ഇന്നലെ 5 കുട്ടികൾ പള്ളിയിൽ വന്നില്ല. 5:30 മണിക്ക് കുർബാനയുണ്ട്, പള്ളിയിൽ വന്നില്ല. അവരെണീക്കാൻ മടി. അപ്പോൾ ഞാൻ അത് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് രാവിലെ സംസാരിച്ചത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം തിരുവചനം. രാവിലെ എഴുന്നേറ്റ് അവളെ അവളെ മീൻസ് ജ്ഞാനത്തെ അന്വേഷിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നു. കാരണം അവൾ പടിവാതിൽക്കൽ തന്നെയുണ്ട്. ജ്ഞാനം, വിസ്ഡം, ആ വിസ്ഡം നമ്മളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പടിവാതിൽക്കൽ നിൽക്കുന്നുണ്ട്. ഗേറ്റിൻ്റെ അല്ല, വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. പടിവാതിൽക്കെന്നല്ല അതിലുള്ളത്, വാതിൽക്കൽ നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ്. പടിവാതിൽക്കൽ എന്ന് പറയുമ്പോൾ ഗേറ്റാണ്, ഗേറ്റിലല്ല, വാതിൽക്കലാണ് നിൽക്കുന്നത്. നമ്മൾ തുറന്നു കൊടുക്കുക മാത്രമേ വേണ്ടൂ ജ്ഞാനം, വിസ്ഡം നമ്മളിലേക്ക് കടന്നു വരാൻ. അപ്പോൾ സ്പിരിച്വൽ റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര മിനിറ്റ് വായിക്കണം? ഒരു 3 മിനിറ്റ് ഉണ്ടായാൽ ഒരു ചാപ്റ്റർ വായിക്കാം. ഞാൻ എന്നെ കേൾക്കുന്നത് എല്ലാ മതവിഭാഗത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഹിന്ദുസ് അവരുടെ മതഗ്രന്ഥം വായിക്കുക, മുസ്ലിംസ് അവരുടെ മതഗ്രന്ഥം വായിക്കുക, ക്രിസ്ത്യൻസ് അവരുടെ മതഗ്രന്ഥം വായിക്കുക. ഒരു 3 മിനിറ്റ് വായിക്കുക. കുറച്ച് കാര്യങ്ങൾ അതേപ്പറ്റി നമുക്കൊക്കെ, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാവുന്ന 3 മിനിറ്റ് വായിക്കുക. അത് കഴിഞ്ഞ് ആ പുസ്തകം അടച്ച് ഒരു 2 മിനിറ്റ് അതേപ്പറ്റി ഒന്ന് ധ്യാനിക്കുക. ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ആശയം കിട്ടും. ഒരു ഫസ്റ്റ് റിഫ്ലെക്സ് എന്ന് പറയും. ആദ്യമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ആശയം വായിച്ചു കഴിയുമ്പോൾ ഒന്നും തോന്നണില്ലേ എങ്കിൽ ഒരിക്കൽ കൂടി വായിക്കണം, ഒരിക്കൽ കൂടി ധ്യാനിക്കണം. നമുക്കൊരു റിഫ്ലെക്സ് കിട്ടും. ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ ഒരു ഫസ്റ്റ് തോട്ട് അതൊരു ബുക്കിൽ എഴുതണം. ഡേറ്റ് എഴുതി, ഒരു പേജിൽ ഡേറ്റ് എഴുതി, ആ വാചകം എഴുതി. വാചകം എന്ന് വെച്ചാൽ ഇന്നത് മുതൽ ഇന്നത് വരെ. ഇപ്പം ജ്ഞാനം 6:14 ആ വാചകം എഴുതി. പിന്നെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് റിഫ്ലക്ഷൻ എഴുതി. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രോമിസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. നമ്മൾ വായിക്കുന്ന ഭാഗത്ത് ഒരു പ്രോമിസ് ഉണ്ടാവും. 6000 ചില്ലാനം പ്രോമിസ് വിശുദ്ധ ബൈബിളിലുണ്ടെന്നാണ്. മറ്റ് ഗ്രന്ഥങ്ങളിലും അതുപോലെ ഉണ്ടാവും. ഭഗവത്ഗീത ആയാലും വിശുദ്ധ ഖുർആനായാലും ഒക്കെ പ്രോമിസുകളുണ്ടാവും, ധാരാളം പ്രോമിസുകൾ. ആ പ്രോമിസ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസ് എടുത്ത് എഴുതിയാലുള്ള മെച്ചം എന്താ വെച്ചാൽ ആ പ്രോമിസ് നമുക്ക് ലഭിക്കും. എന്താണോ പ്രോമിസ് അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രോമിസ് നമുക്ക് ലഭിക്കാൻ ഇടയാകും. അതുകൊണ്ട് ആ പ്രോമിസ് എടുത്തെഴുതുക. അതിനാണ് രണ്ടാമത്തെ. മൂന്നാമത്തേത്,
ചിലപ്പോൾ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു ട്രൂത്ത് പറയുന്നുണ്ടാവും. അപ്പം ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം, ദൈവം സ്നേഹമാകുന്നു, അതൊരു പ്രോമിസല്ല, അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അത് അടുത്തത് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് എഴുതുക. ഇത് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ്, അത് പേഴ്സണൽ അപ്ലിക്കേഷൻ. അതെൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവം ഉണ്ടോ? ആ പ്രോമിസ് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. എല്ലാം കൂടി ഒരു 6-7 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ്, 24 മണിക്കൂറിൽ 10 മിനിറ്റ് നിങ്ങളിത് ദിവസവും ചെയ്താൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലും വലിയ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ കൺട്രോൾ ഉണ്ടാവും. നിങ്ങൾ മുൻകോപിയാണെങ്കിൽ മുൻകോപമൊക്കെ പോയി കിട്ടും. നിങ്ങൾ ദാരിദ്ര്യത്തിലാണെങ്കിൽ ദാരിദ്ര്യം പോയി കിട്ടും. ഈ സ്പിരിച്വൽ ഗ്രോത്ത് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലായിട്ടുള്ള എല്ലാ ഗ്രോത്തും ഉണ്ടാവും. ഓർമ്മശക്തി കുറവായിരുന്നെങ്കിൽ അത് കൂടി വരും. ഗ്രഹണശക്തി കുറവായിരുന്നെങ്കിൽ അത് ഗ്രോ ചെയ്യും. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു കുട്ടിയായിരുന്നു, 2 പ്രാവശ്യം വായിക്കണം, 3 പ്രാവശ്യം വായിക്കണം. പക്ഷേ ഒരു മാസം ഈ പ്രക്രിയ പിന്നിട്ട് കഴിയുമ്പോൾ വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. തുടക്കം വായിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്നുള്ള വെളിപ്പെടുത്തലൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ബുദ്ധിശക്തി, ഗ്രഹണശക്തി, ക്രിയേറ്റീവ് പവർ ഇതെല്ലാം വർദ്ധിക്കും. സിമ്പിളായിട്ടുള്ള ഒന്നാണ്, ഒരു പൈസ പോലും നിങ്ങൾക്ക് ചിലവില്ല. വെരി സിമ്പിൾ, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ജ്ഞാനം 6:14. നേരത്തെ രാവിലെ എഴുന്നേറ്റ് അവളെ അന്വേഷിക്കുന്നവർക്ക് അവളെ ലഭിക്കും, കാരണം അവൾ വാതിൽക്കൽ നിൽക്കുകയാകുന്നു. ഒരു മാസം കൊണ്ട് നിങ്ങളിൽ വ്യത്യസ്തമായ കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് വരും. അത്ഭുതകരമായ മാറ്റം നിങ്ങൾ കാണും. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. മറ്റുള്ളവർക്കും തോന്നും, ഇവനിൽ എന്താ ഈ അത്ഭുതകരമായ മാറ്റം. ചെറിയ ഒരു കാര്യമാണ്. GRO ഒബീഡിയൻസ്. ദൈവത്തെ അനുസരിക്കുക, അതാണ് പ്രധാന കാര്യം. ദൈവത്തെ അനുസരിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക്, ദൈവനിയമം അനുസരിക്കുന്നവർക്ക് രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ പറ്റും, സ്ഥാപനത്തിലെ നിയമം അനുസരിക്കാൻ പറ്റും, അധ്യാപകൻ പറയുന്ന നിയമങ്ങൾ അനുസരിക്കാൻ പറ്റും, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാൻ പറ്റും. ഒബീഡിയൻസ് ഒരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനുസരിക്കാൻ പറ്റും. അത് പറയുമ്പോൾ എന്താണ് ഞാൻ അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അത് പറ്റുന്നതാണ് നിങ്ങളെ അനുസരിക്കുക. പൗലോസ്ലീഹ പറയുന്നില്ലേ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. അതൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ഈ റീഡിങ് നടത്തുമ്പോൾ. ഒബീഡിയൻസ്, ROW. വിറ്റ്നസ്സിങ്. നിങ്ങൾ വിശ്വസിക്കുന്ന തമ്പുരാനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ വിറ്റ്നസ് ചെയ്യണം, സാക്ഷ്യപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം, എന്തോ ഇയാളൊരു പ്രത്യേകതയുണ്ടല്ലോ, എന്തോ പ്രത്യേകതയുണ്ട്. ഞാൻ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങളൊരു ക്രിസ്ത്യാനിയായിരിക്കുക, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയല്ലാതെ ഒരു ദുർമാതൃക ആവുകയും ചെയ്യുക. അപ്പോൾ മറ്റു മതസ്ഥരൊക്കെ ഈ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ഒരു തെറ്റായ ധാരണയിൽ ചെന്നപ്പെടും. നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാനുള്ള, നിങ്ങൾ വിശ്വസിക്കുന്ന തമ്പുരാനെ വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു ചുമതല നിങ്ങൾക്കുണ്ട്, നമുക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. വിറ്റ്നസ്സിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിറ്റ്നസ്സിങ് ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ വിറ്റ്നസ്സിങ് ഉണ്ടോ? അടുത്ത അക്ഷരം T ആണ്.
ടി എന്ന് പറയുന്നത് ട്രസ്റ്റ്. ട്രസ്റ്റും ഫെയ്ത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള വിശ്വാസമാണ് ട്രസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ? കുറച്ച് മനുഷ്യർ കൂടി ചേർന്നൊരു സമൂഹം ഉണ്ടായി, അവർ പരസ്പര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്നൊരു യൂണിറ്റ്, അതാണ് ട്രസ്റ്റ്. എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഉണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, രണ്ടും ചേർന്നതുണ്ട്. അവർ പരസ്പര വിശ്വാസമുള്ളവരായി പ്രവർത്തിക്കുന്നു. അത് മനുഷ്യരിലാണ് ട്രസ്റ്റ്. അതുണ്ടാവണം. ഞാൻ ആ ട്രസ്റ്റ്, ഒരു പ്രത്യേക ട്രസ്റ്റ്, അതിനെ ഫെയ്ത്ത് എന്ന് പറയും. ദൈവത്തിലുള്ള ട്രസ്റ്റാണ് ഫെയ്ത്തായി മാറുന്നത്. ട്രസ്റ്റും ഫെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്കിക്കോളൂ. ഫെയ്ത്ത് എന്നുള്ളതിന് പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കാണും, ട്രസ്റ്റ് ഇൻ ഗോഡ്. ട്രസ്റ്റ് എന്നുള്ള വാക്കെടുത്ത് നോക്കുക, അതിൽ നിങ്ങൾ കാണും ഫെയ്ത്ത് എന്ന് കാണില്ല. പകരം നിങ്ങൾ ഇങ്ങനെ ട്രസ്റ്റ്, വിശ്വാസം എന്ന് മാത്രമേ കാണുള്ളൂ. നമ്മളെപ്പോഴും വിശ്വാസിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനർത്ഥമുണ്ട്. വിശ്വാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ അർത്ഥമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണോ അല്ലയോ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശ്വാസിയാണോ? ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്നവൻ വിശ്വാസി എന്ന് നമ്മൾ പറയില്ല. TH ഹോളി സ്പിരിറ്റ്. എപ്പോഴും നമ്മൾ ഹോളി സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞവരായി മാറുക. ഹോളി സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞവരായി മാറുമ്പോൾ എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കും. അത് ചെയ്യാനുള്ള മോട്ടിവേഷനും നിങ്ങൾക്ക് ലഭിക്കും. എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും അറിയില്ല. ഇത് ഹോളി സ്പിരിറ്റിൽ നിന്ന് കിട്ടുന്ന ഈ തിരിച്ചറിവ് വെച്ച് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അത് വിജയിക്കും. നിങ്ങളുടെ അറിവ് വെച്ച് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ ചിലപ്പോൾ അത് പരാജയപ്പെട്ടു എന്ന് വരും. ഒരു മരുന്ന് കൊടുത്താൽ അത് രോഗം സൗഖ്യമായി എന്ന് വരില്ല. എന്നാൽ ഈ തിരിച്ചറിവ്, പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടുന്ന തിരിച്ചറിവ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്താലും നന്നാവും. നിങ്ങൾ കൃഷി ഇറക്കിയാൽ ആ കൃഷി വളരെ നല്ല ഫലം തരും. കച്ചവടം ചെയ്താൽ കൃത്യമായി അത് ലാഭം തരും. എല്ലാം പഠിച്ചാൽ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് ദൈവം നമുക്കൊക്കെ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.